ഇനി ഈ അർത്ഥനകളും പോയിട്ട് ഈ ശിവനെ പ്രാപിച്ചപ്പോൾ, അതായത് ഭഗവാൻ മരുത്വാമലയിലേക്ക് എത്തി വർഷങ്ങളോളം തപം ചെയ്ത് ഈ പരമ്പൊരുളിനെ പ്രാപിച്ച് പരബ്രഹ്മാനുഭൂതിയിൽ പൂർണ്ണമായും ലയിച്ചതായിട്ട് നമുക്കറിയാം അല്ലേ. ഭഗവാൻ സമാധിസ്ഥനായത് മരുത്വാമലയിൽ വെച്ചാണെന്ന് നമുക്കറിയാം. ഭഗവാൻ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയത്. പിന്നീട് ഈ ഈശ്വര സാക്ഷാത്കാര അനുഭൂതി തൃപ്പാദങ്ങൾ വാക്കുകളിൽ കൂടി സാധാരണക്കാർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം പച്ച മലയാളത്തിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ സ്വന്തം അനുഭവം ഗീതിയായി അവതരിപ്പിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഗീതി വൃത്തത്തിൽ ഗുരു എഴുതി തന്ന കൃതിയാണ്. ഏതാണ്ട് 100ഓളം ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. അത് ഗുരുവിൻ്റെ ശിഷ്യനായ കരുവാ കൃഷ്ണനാശാന്, ഗൃഹസ്ഥ ശിഷ്യനാണ്, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതാണ് തൃപ്പാദങ്ങൾ. മഹാഗുരു പാടിയപ്പോൾ അദ്ദേഹം അത് എഴുതിയെടുത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയതാണ്. കൃതിയുടെ പേര് സ്വാ അനുഭവ ഗീതി. മംഗളമെന്മേലരുളും തങ്ങളിലൊന്നിച്ചിടുന്ന സർവജ്ഞൻ, സംഗമമൊന്നിലുമില്ലാതങ്കജരിപുവിൽ തെളിഞ്ഞു കൺകാണും. ഇവിടെ ഉണ്ട് അന്താതിപ്രാസം, ഗീതിവൃത്തം അന്താതിപ്രാസം, കൺകാണും. അടുത്ത ശ്ലോകം എന്താ? കാണും കണ്ണിലടങ്ങിത്താനെ. ഇങ്ങനെയാണത് തുടങ്ങുക. അപ്പം ഇവിടെയും ഈ അന്താതിപ്രാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിലെ ആദ്യത്തെ ശ്ലോകം, ആദ്യത്തെ 10 പദ്യങ്ങൾ സ്വാ അനുഭവ ഗീതി എന്ന പേരിൽ, രണ്ടാമത് വന്നിരിക്കുന്ന 10 ശ്ലോകങ്ങൾ പ്രപഞ്ച ശുദ്ധി ദശകം എന്ന പേരിൽ, അടുത്തതായിട്ട് പരമശിവ ചിന്താ ദശകം എന്ന പേരിൽ, പിന്നീട് അങ്ങോട്ടുള്ള സ്തോത്രങ്ങളെല്ലാം തന്നെ, ശ്ലോകങ്ങളെല്ലാം തന്നെ വിഭുദർശനം എന്ന പേരിലുമാണ് ഇന്ന് ശ്രീനാരായണ ഗുരു സമ്പൂർണ്ണ കൃതികളുടെ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഇതിൽ 40ാമത്തെ പദ്യം കഴിഞ്ഞിട്ട് ബാക്കി 40 പദ്യങ്ങൾ നഷ്ടപ്പെട്ട രീതിയിലാണ്. ഗുരുവിൻ്റെ കൃതികൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ കരുവ കൃഷ്ണനാശാൻ ഇത് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളോട് ചെന്ന് ചോദിച്ചു, ഈ ബാക്കി വരുന്ന 40 ശ്ലോകങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ ഗുരുവിൻ്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? അതെഴുതിയ ആൾ ഇന്നില്ല, ഇനി ശരീരത്തിലേക്ക് വരുമെന്നും തോന്നുന്നില്ല. അത് മറ്റൊരാൾ എഴുതിയാൽ അതിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് അത് എഴുതിയ ആൾ ഇന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് മഹാഗുരുവിൻ്റെ ഈ സ്വാ അനുഭവ ഗീതികളെല്ലാം തൃപ്പാദങ്ങൾ ഈശ്വരാനുഭൂതിയിൽ നിന്നുകൊണ്ട് അറിയാതെ പാടിപ്പോകുന്ന പാടലുകളാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ആ ദേവതയുടെ സാന്നിധ്യത്തിൽ ആ ദേവതയോട് സംസാരിക്കുമ്പോൾ അറിയാതെ അതൊരു കവിതയായി മാറുന്നതാണ്. മനഃപൂർവ്വം ഉണ്ടാവുന്നവയല്ല. ലഘുവും ഗുരുവും തിരിച്ച് വൃത്തം നോക്കി അക്ഷരങ്ങൾ എണ്ണി ഉണ്ടാക്കുന്ന കവിതകളല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ. അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. സുബ്രഹ്മണ്യ കീർത്തന എന്ന കൃതി അറിയാലോ. അന്തിപ്പൂണ്ടിങ്കളുണ്ടി തിരുമുടി തിരുകിച്ചൂടിയാടും ഭണത്തിൻ ചന്തം ചിന്തും നിലാവിന്നൊളിവെളിയിൽ വിയത് ഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചെന്റി മിഴിച്ചെങ്കതിർ നിരചൊരിയിച്ച് അന്ധകാരാനകറ്റി ചിന്താസന്താനമേ നിന്തിരുവടിയടിയൻ സങ്കടം പോക്കിടേണം. സുബ്രഹ്മണ്യ കീർത്തനം. സുബ്രഹ്മണ്യനോട് സംസാരിച്ചുകൊണ്ട് ഗുരു ശ്രദ്ധര വൃത്തത്തിൽ ഒരു വർത്തമാനം പറയുന്ന രീതിയിൽ പാടിയ ഒരു കൃതിയാണ് സുബ്രഹ്മണ്യ കീർത്തനം അല്ലേ. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ സുബ്രഹ്മണ്യ കീർത്തനം ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? അന്തിപ്പൂണ്ടിങ്ങൾ ഉന്തി തിരുമുടി തിരുകി ചൂടിയാടും മണത്തിന് ഏത് ഭാഷയാണ്? കേട്ടിട്ട് എന്താ തോന്നുന്നത്? എന്ത് തോന്നുന്നു? മലയാള ഭാഷയിലാണ് അല്ലേ. എന്നാൽ ഇതിൽ ചില ഇംഗ്ലീഷ് പദങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? എൻചാൺറോട്ടൂടെയുള്ള ചകടമതു വലിച്ചോണ്ടു മേലിട്ടു കീഴും സഞ്ചാരം താവിമേവും തുരകമിണയുടെ പൂട്ടിയോടിച്ചിറങ്ങി 5-8 കടന്നായി അരമനയകമേറി സുഖിച്ചങ്ങിരുന്നെൻ നെഞ്ചാറി പാൽ കുടിപ്പാൻ ഒരു വരമരുളീടേണമേ തമ്പുരാനെ. എൻചാൺറോട്ട്. ഇനിയുണ്ട്. റെയിലിൻ വേഗം ജയിക്കും ജരനര മുതലാം മൂഢരും ഞാനുമായി ജയിലിൽ പാർപ്പാണ്യരുക്കം ജവമയി പരമൻ ചിത്സുഖം നൽകിടേണം. റെയിൽ, ജയില്.
പദകുബേരനായ ശ്രീനാരായണ ഗുരുവിന് ഈ റോട്ടിന് പകരം, റെയിലിന് പകരം, ജയിലിന് പകരം വേറൊരു ഭംഗിയുള്ള വാക്ക് ചേർക്കാൻ പറ്റാഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഗുരുവിൻ്റെ വാക്കുകളൊക്കെ അത്രയ്ക്ക് ഭംഗിയുള്ളതല്ലേ? പലയിടത്തും ഭഗവാൻ പ്രയോഗിച്ചിട്ടുള്ള പദപ്രയോഗം, മലയാളത്തിലാണെങ്കിലും സംസ്കൃതത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും മഹാഗുരു പറഞ്ഞു വെച്ചിരിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ അത്രമേൽ അനുപമമാണ്. ആ ഗുരുവിന് ഈ റോട്ടിന് പകരവും, റെയിലിന് പകരവും, ജയിലിന് പകരവും വേറെ വാക്കുകൾ ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ ഇത് തൃപ്പാദങ്ങൾ അറിഞ്ഞുകൊണ്ട് വന്ന ഒന്നല്ല, മറിച്ച് ഒരു തനി തിരുവനന്തപുരംകാരനായി നിന്നുകൊണ്ട്, സുരാജ് വെഞ്ഞാറമൂടിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ തിരുവനന്തപുരംകാരുടെ ഭാഷ ശ്രദ്ധിച്ചാൽ അവരുടെ ഭാഷയ്ക്കുള്ളിലാണ് ഈ റോട്ടെന്നൊക്കെ കടന്നു വരിക, റെയിൽ എന്ന് പറയുക, ജയിൽ. ഇപ്പോഴും കാലം ഇത്രയും പുരോഗമിച്ചിട്ട് ഇപ്പോഴും അവർ സംസാരിക്കുമ്പോൾ അതിനുള്ളിലേക്ക് റെയിലും ജയിലും റോട്ടും ഒക്കെ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലാണ് ഭഗവാന്റെ ജന്മം എന്ന് നമുക്കറിയാം അല്ലേ? തിരു അവതാരം എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു തിരുവനന്തപുരംകാരൻ്റെ ഭാഷയിൽ നിന്നുകൊണ്ട് സുബ്രഹ്മണ്യനോട് സംസാരിച്ചപ്പോൾ അത് ശ്രദ്ധര വൃത്തത്തിലുള്ള ഒരു മഹാസ്തോത്രമായി മാറിയെന്നേ ഉള്ളൂ. ചിലർ ഗുരുവിനെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശങ്കരാചാര്യ കൃതികളോട്, ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾക്ക് താതാത്മ്യം ഉണ്ട് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ചിദംബരാഷ്ടകമാണെങ്കിലും ശങ്കരാചാര്യ സ്വാമികളുടെ ലിംഗാഷ്ടകത്തോടതിന് ബന്ധമുണ്ട്. മറ്റേ ശാന്തം ശംഭു തനൂജം സത്യം അനാധാര, അത് സത്യം ജ്ഞാനം അനന്തം, ഇത് ശങ്കരാചാര്യ സ്വാമികളുടെ വാക്കുകളാണ്. ഈ പറയുന്നത് പോലെ തമിഴ് പാടലുകളോട്, തമിഴ് തേവാരങ്ങളോട്, തേവാര പതികങ്ങൾക്ക് ബന്ധമുണ്ട്. അപ്പം ഇതൊക്കെ ഗുരു അനുകരിച്ചതാണോ എന്നൊരു തോന്നൽ നമുക്ക് തോന്നാം. തൃപ്പാദങ്ങൾ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഒരു പക്ഷേ ശങ്കരാചാര്യ സ്വാമികളുടെ ലിംഗാഷ്ടകം വായിച്ച് പുറകെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ചിദംബരത്തെത്തിയത്. അവിടെ നിന്നപ്പോൾ ചിദംബരനാഥനെ കുറിച്ച് സ്തുതിച്ചപ്പോൾ അറിയാതെ അതിലേക്ക് ആ പാടൽ കടന്നു വന്നതാണ്. അങ്ങനെ ഗുരുവിൻ്റെ ഗീതികളൊക്കെ, മഹാഗുരുവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതൊക്കെ അനുഭൂതി, തീവ്രമായ അനുഭൂതി ഗീതങ്ങളായി അറിയാതെ വന്നതാണ് ആ ദേവതയുടെ സാന്നിധ്യത്തിൽ. ആ ദേവതയെ സ്തുതിച്ചുകൊണ്ട് ഗുരു അറിയാതെ പാടിപ്പോയതാണ്. അങ്ങനെ പരബ്രഹ്മാനുഭൂതി അല്ലെങ്കിൽ പരബ്രഹ്മ സാക്ഷാത്കാര അനുഭൂതി വെളിപ്പെടുത്തിക്കൊണ്ട് രചിച്ചു തന്ന മറ്റൊരു ശിവസ്തോത്രമാണ് ഈ അന്താദിപ്രാസത്തിൽ തന്നെ പഞ്ചചാമരം എന്ന വൃത്തത്തിൽ ഗുരു രചിച്ചു തന്ന ഒരു അദ്ഭുത സ്തോത്രമാണ്. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമിണ്ണമൊക്കെയറ്റിണങ്ങി നിൽക്കുമുൾക്കുരുന്നുരുക്കിനെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലന്നുമിന്നുമിന്നിണങ്ങൾ അങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. മംഗളം. അടുത്തത് കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടിരും കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ. ഇങ്ങനെയാണ് അല്ലേ? അപ്പം ഇത് അവസാനിക്കുന്നത് എങ്ങനെയാ? അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ അടിച്ചിടും നമ ശിവായ നായകാ നമോം നമ. ശിവലിംഗം ഉണ്ടായ കഥയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ശിവലിംഗത്തെ ആദ്യമായിട്ട്, ശിവന്റെ സ്വരൂപത്തെ ദേവന്മാർ കണ്ട ഒരു സംഭവമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഇവർ 3 പേരുമാണ് പ്രപഞ്ചത്തിന് ആധാരം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരാൾ സൃഷ്ടി, ഒരാൾ സ്ഥിതിയുടെ ആൾ, ഒരാൾ സംഹരിക്കുന്ന ആൾ, ഇങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രഹ്മാവും വിഷ്ണു ഭഗവാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം ഉണ്ടായി. ശക്തി, ബ്രഹ്മാവ് പറഞ്ഞു ശക്തി കൂടുതൽ ബ്രഹ്മാവിനാണെന്ന്, വിഷ്ണു ഭഗവാൻ പറഞ്ഞു അവിടത്തേക്കാണ് ശക്തി കൂടുതലെന്ന്. അപ്പോൾ പരസ്പരം ഇവർ തമ്മിൽ വാക്ക് തർക്കമായി. അങ്ങനെ അവസാനം വഴക്കായി. അപ്പം ദേവലോകത്ത് ഇത് വലിയൊരു പ്രശ്നമായി. ഇവർ തമ്മിൽ ആകെ പ്രശ്നമായപ്പോൾ അത് മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ബാധിച്ചു. അങ്ങനെ അവർ ഭഗവാൻ ശിവന്റെ അടുത്ത് ചെല്ലുകയാണ്. ഇവർ തമ്മിൽ തർക്കമാണ്, വഴക്കാണ്, ഇതൊന്ന് തീർത്തു കൊടുക്കണം എന്ന്. അപ്പം ഭഗവാൻ ഇവരുടെ മുന്നിൽ ഒരു അഗ്നിശൈലത്തിൻ്റെ രൂപത്തിൽ, ആദിയും അന്തവും ഇല്ലാത്ത, നമ്മൾ മുമ്പ് പറഞ്ഞ അണ്ഡാകൃതിയിലുള്ള ഒരു അഗ്നിശൈലത്തിൻ്റെ രൂപത്തിൽ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇതിൻ്റെ ആദിയും അന്തവും കണ്ടെത്തി വരുന്നവർ, ആദ്യം വരുന്നവരാരാണോ അവരാണ് ഏറ്റവും വലിയ ശക്തൻ എന്നതാണ്. അടിക്ക് പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നു. ബ്രഹ്മാവ് അരയന്നത്തിൻ്റെ രൂപത്തിൽ മുകളിലേക്ക് പോയി, വിഷ്ണു പന്നിയുടെ രൂപത്തിൽ താഴേക്കും പോയി. 2 പേർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പം അങ്ങനെ മഹാരഥന്മാർക്ക് പോലും അതിൻ്റെ ആദിയും അന്തവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത
ഒരു ജ്യോതിർശൈലമാണ്, ജ്യോതിർലിംഗമാണ്. ഭാരതത്തിൽ പലയിടങ്ങളിലായിട്ട് മല്ലികാർജുനൻ, ഭീമാശങ്കരൻ തുടങ്ങിയ പേരുകളിലൊക്കെ ജ്യോതിർലിംഗ പ്രതിഷ്ഠകൾ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അതുണ്ട്. ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലുമുണ്ട് ഈ ജ്യോതിർലിംഗ പ്രതിഷ്ഠകൾ, ജ്യോതിർലിംഗ രൂപത്തിൽ തന്നെ ശിവന്റെ പ്രതിഷ്ഠകൾ. യഥാർത്ഥത്തിൽ ശിവന്റെ ലിംഗം അഥവാ ശിവന്റെ രൂപം എന്ന് പറയുന്നത് അത് തന്നെയാണ്, ജ്യോതിസ്വരൂപൻ. ജ്യോതിസ്വരൂപനായ അഗ്നിശൈലത്തിൻ്റെ രൂപത്തിലുള്ള ആദിയും അന്തവും ഇല്ലാത്ത രൂപം. ആ അഗ്നിശൈലമേ അവിടുന്ന് എന്നെ ഇന്ദ്രിയങ്ങളോട് കൂടി എടുത്ത് വിഴുങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്നത്? ആ അഗ്നിശൈലവും മഹാഗുരുവും ഒന്നായിട്ട് തീർന്നു എന്നല്ലേ? അങ്ങനെ ആ മഹാപരബ്രഹ്മവും മഹാഗുരുവും ഒന്നായി നിന്നുകൊണ്ടുള്ള അനുഭവ ഗീതികളും സാധാരണക്കാരോട് ഗുരു അവതരിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ ശിവസ്തോത്രങ്ങളിലൂടെ തന്നെയാണ്.